ഹായ് തസ്ലിംസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അറബിക് ഡിഷായിട്ടുള്ള ഒരു സ്നാക്കാണ്, ഒരു സ്വീറ്റ് ഡിഷായിട്ടുള്ള ലുക്കീമത്ത്. സാധാരണ അതിന് കുറേ ഇൻഗ്രീഡിയൻസ് വേണം, കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതങ്ങനെയൊന്നുമില്ല, ആകെ 3 ഇൻഗ്രീഡിയൻസ് 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സാധാരണ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഡേറ്റ് സിറപ്പിലോ അല്ലെങ്കിൽ ഹണിയൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതില്ലെങ്കിൽ ഒരു ഗ്ലേസിൽ ചെയ്യാം. ആ ഒരു ഗ്ലേസ് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്റ്റാർ നോസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ സ്റ്റാർ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡിനറി ആയിട്ടുണ്ടെങ്കിൽ നല്ല ബബിളായിട്ട് തന്നെ ശരിക്കും കിട്ടും. ഞാൻ ചെറിയൊരു ഡിസൈൻ കൂടി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ നോക്കാം. ഒരാൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലുക്കീമത്ത് ഒന്ന് കാണിക്കുമോ എന്നുള്ളത്, അതുകൊണ്ടാണ് ചെയ്യണത്. പിന്നെ ഞാൻ അതിൽ ലാസ്റ്റ് ഗ്ലേസിൽ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ചേർക്കാം. എന്തായാലും വളരെ ഈസിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അധികം സമയമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും, പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്യാം. 1/2 കപ്പ് ഇതുപോലെ ഹീപ്പായിട്ട് എടുക്കണം. 1/2 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ സെൽഫ് റൈസിങ് പൗഡർ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, അത് ഒരു 1/2 കപ്പ് ഹീപ്പായിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ 1/2 കപ്പ് ഹീപ്പ് മൈദയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/3 കപ്പാണ് തൈര്. പിന്നെ ഇതേപോലെ ഒരു 1/4 ടേബിൾ സ്പൂണും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം. 1/3 പ്ലസ് ഒരു 1/4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്. ഇതൊരു സാധാരണ നമ്മളെ മാവ് കുഴച്ചതിനെക്കാട്ടിലും ലൂസാണ്, എന്നാൽ അധികം ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല. ഈ ഒരു രീതിയിലാണ് വരേണ്ടത്. ഇതുണ്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഐസിങ് നോസിലിൻ്റെ ഇതാണ്. ഇതിൽ ഞാൻ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കുറച്ച് വലിയ സ്റ്റാർ നോസിൽ. പക്ഷെ സ്റ്റാർ നോസിൽ വേണമെന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള നോസിൽ മതി. ഇതിലേക്ക് നമ്മൾ ഫുള്ളായി ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഇതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ എടുക്കാം. പെട്ടെന്നായി കിട്ടും. നല്ല മാവ് നല്ല നല്ല സ്പഞ്ചായിട്ടുള്ളത് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഇതിൽ കുറച്ച് വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതുപോലെ ഈ ഡിസൈൻ വന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റാർ നോസിൽ യൂസ് ചെയ്തുകൊണ്ടാണ്. സ്റ്റാർ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈൻ ഇഷ്ടമില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള നോസിൽ യൂസ് ചെയ്താൽ മതി.
ഇങ്ങനെ ഇത് പഞ്ചസാര പൊടിച്ചതാണ്, 1 കപ്പ് പഞ്ചസാര ഉണ്ട്. ഡേറ്റ് സിറപ്പ് അല്ലെങ്കിൽ ഹണിയൊക്കെ വെച്ചിട്ടാണ് സെർവ് ചെയ്യാറുള്ളത്. ഇത് ഞാൻ വേറെ രീതിയിൽ ഡേറ്റ് സിറപ്പൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇനി ഇതൊരു ഗ്ലേസ് ആക്കിയിട്ട് അതിൽ മുക്കിയിട്ടെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ പഞ്ചസാര, ബാക്കിയുള്ള പഞ്ചസാരയിലേക്ക് 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ, 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ, അത് ഓരോരുത്തരുടെ ഗ്ലേസ് എന്തുമാത്രം തിക്കായിട്ട് വേണം നോക്കിയിട്ട് ചേർത്താൽ മതി. പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. പൊട്ടിച്ച് കാണിച്ചത് ഇതാ ഭയങ്കര സോഫ്റ്റായിട്ടുള്ളതാണ്, ഭയങ്കര സോഫ്റ്റാണ്, നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കണ്ട, പുറത്ത് നല്ല ക്രഞ്ചി ആയിട്ടുമുണ്ട്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കുറേ ക്വാണ്ടിറ്റിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നെറ്റിൻ്റെ മുകളിൽ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഷുഗറെല്ലാം താഴേക്ക് പൊക്കോളൂ. ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മൈക്രോവേവിൽ യൂസ് ചെയ്യുന്ന നെറ്റാണ് അത് വെച്ചിട്ടുണ്ട്, അടിയിലൊരു പേപ്പറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗ്ലേസ് വേണമെന്നുണ്ടെങ്കിൽ കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്തു, ഇനി കുറച്ച് വെളുത്ത എള്ള്, കണ്ടല്ലോ, ഈസി അല്ലേ? എല്ലാവരും ട്രൈ ചെയ്യണേ.